മണ്ണിടിച്ചിൽ ദുരന്തമേഖലയായ കള്ളാടിയിൽ എത്തി മുഖ്യമന്ത്രി വി.ടി. സതീശൻ. എ.പി. അനിൽകുമാറും ടി. സിദ്ദീഖും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പും മുഖ്യമന്ത്രി സന്ദർശിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് മുഖ്യമന്ത്രി ദുരന്തസ്ഥലത്ത് എത്തിയത്. പരിക്കേറ്റവരെയും ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അതോടൊപ്പം വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് നിയമസാങ്കേതിക തലത്തിൽ അന്വേഷണമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി.ടി. സതീശൻ. അന്വേഷണ സമിതിയെ നാളെ തീരുമാനിക്കും. കേന്ദ്ര സുരക്ഷാ നിർദ്ദേശം പാലിച്ചോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ പ്രവർത്തനം അനുവദിക്കൂ. കള്ളാടിയിൽ നിന്നും കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി. തിരച്ചിൽ നാളെയും തുടരും. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. വയനാടിനെ മുഴുവൻ ബാധിച്ച പ്രശ്നമല്ല, ടൗൺഷിപ്പ് ഭാഗത്തെ മണ്ണ് മാറ്റാൻ കൂടി നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃത്യമായ പഠനം നടത്താതെ ടണൽ നിർമ്മാണം ആരംഭിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. സംസ്ഥാനത്ത് മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. ഇക്കാര്യം പറഞ്ഞപ്പോൾ മണ്ണ് പരിശോധന വിദഗ്ധൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുർബലമായ ഘടനയുള്ള മണ്ണാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത് വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈവേ നിർമ്മാണത്തിലും അപാകത സംഭവിച്ചിട്ടുണ്ട്. ഏത് നിർമ്മാണ പ്രവർത്തനത്തിനും മുൻപ് മണ്ണ് പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ പഠനത്തിന് വിധേയമാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവായിരിക്കെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കും. അപകടത്തിലേക്ക് ആളുകളെ ഇട്ടുകൊടുക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കള്ളാടി ദുരന്തത്തിൽ പോലീസ് അന്വേഷണം ഉണ്ടാകും. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മനുഷ്യജീവന്റെയും നാടിന്റെയും സംരക്ഷണമാണ് ഒന്നാമത്തെ പരിഗണന. അതിന് ദോഷം വരരുതെന്ന് അദ്ദേഹം പറഞ്ഞു. കള്ളാടിയിൽ വിദഗ്ധരെ ഉപയോഗിച്ച് പരിശോധിക്കും. അതുവരെ തുരങ്കപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു.